ആശാനും പിടിച്ച് ശിഷ്യനും പിടിച്ചിട്ടുണ്ട്. അപ്പൊ ചെപ്പേരിയിൽ തന്നെ പിടിച്ചാണ് ചെപ്പേരി. ഓ മോനെ കണ്ടല്ലേ വെള്ളത്തിട്ടപ്പോ വീർത്തു വന്നു. അപ്പൊ നമ്മുടെ മീൻ നല്ലോണം കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് പിന്നെ മറിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പൊ ഹലോ നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMKV ഫിഷിംഗ്. നമ്മളിന്ന് കടലിൽ ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കടലിൽ ചൂണ്ടയിട്ട് പിടിച്ചത് വറ്റയാണ്, ഓർക്കണ്ട? മറ്റേ മാല പോലെ നമ്മുടെ ഫെവിക്കിക്കിന്റെ പരസ്യത്തിലെ പോലെ പിടിച്ച് ഓർക്കണ്ട. 5 എണ്ണം. അപ്പം നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ചെറിയ മീനുകളെയാണ് നോക്കണം. ചിലപ്പോൾ വലിയ മീൻ കിട്ടാതിരിക്കാം. കിട്ടുന്ന മീനിനെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ട് കറി വെക്കല്ല, വർക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനുള്ള സാധനത്തിന് ഗ്യാസ് ഊറ്റി സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതേ ഇവിടെ ഒരാൾ നിൽക്കണണ്ട, നമ്മുടെ ആശാനാണ്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് ആരാണ് നമ്മളെ ചൂണ്ടയിടൽ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നതും അതൊക്കെ എല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ആശാനും വന്നിട്ടുണ്ട്. പുള്ളീനെ ഞാൻ കാണിച്ചു തരാം. പുള്ളിയുടെ പേര് ഉണ്ണിന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആശാൻ. പുള്ളിനെ അടുത്ത് കാണിച്ചു തരാം. ആദ്യം പുള്ളി മീൻ പിടിക്കണ എന്തെങ്കിലും ഒരു മീനിനെയും കൂടി ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് പുള്ളി ഭയങ്കര പിടുത്തക്കാരനാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ. പിടിക്കടാന്നാണെങ്കിലും വേണ്ട, പിടിച്ചു. എന്ത് മീനാ? ചെപ്പേരി. ഒന്ന് കാണിച്ചു തന്നെ അരിയിൽ. സംഭവം ഇതാണ് നമ്മുടെ ചെപ്പേരി എന്നാണ് ഈ മീനിന്റെ പേര്. ഈ സാധനം ഇത്തിരി പൊക്കി പിടിച്ച അതന്നെ ചെപ്പേരി. ഈ സാധനം വലുതാവോ? ഇത് ചെറുത് വലുതാവൂലേ? ഇത് 3/4 കിലോനൊക്കെ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ആശാൻ. എല്ലാവരും നല്ലോണം മോൻ കണ്ടോ. ഇവനാണ് നമ്മളെ ശരിക്കും ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അപ്പം ഇവൻ ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ്, ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് ആരും വിചാരിക്കണ്ട, നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചാനലിൽ വരാനും മീൻ പിടിക്കാനും എല്ലാ കാര്യങ്ങളൊക്കെ വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ ഒരു യൂട്യൂബ് പരിപാടിയിലേക്ക് വരേണ്ട ആളല്ല. അപ്പം ഇനി ഞാനും തുടങ്ങാം. ഈ മീൻ പിടിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളിങ്ങനെ ചെമ്മിനും സാധനങ്ങളൊക്കെ കോർത്ത് തരാനുണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ്. അപ്പോൾ ക്യാമറ ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്ന അഖിലാണ്. സ്റ്റാലിനില്ല, അവന് വർക്കുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഒരാൾ നമുക്ക് ഇതേപോലെ കോർത്ത് തരാനുണ്ടെങ്കിൽ സുഖമാണ്. അപ്പം നമ്മളൊരു മീൻ പിടിച്ച്, അത് ഈ പറഞ്ഞ പോലെ ചെപ്പേരിയാണ്, ചെപ്പേരി. പക്ഷെ ഇത് വലുതായെന്നാൽ ഇവൻ വലുതായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കില്ല, വല്ലതും ഒക്കെ ഇവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും കൂടി ചെറുതാണ്, ഇതിനെ നമ്മൾ വിടണേണ്. ഇതിൻ്റെ ഇത്രയും കൂടി വലുതിനെടുക്കാം. വലുതായെന്നാൽ അധികമൊന്നും ഇവിടെ നിൽക്കില്ല, കുറച്ച് മീനുകളെ നിൽക്കുള്ളൂ. ആശാൻ വീണ്ടും അവനെ ആശാനെന്ന് വിളിക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. അതെ, വെള്ളം ഇറക്കമായതുകൊണ്ടാണ് കൊത്ത് കുറവെന്ന് പറഞ്ഞത്. അത്ര അങ്ങോട്ട് ഇപ്പം അങ്ങോട്ട് കൊത്തി ഇത്തിരി കുറഞ്ഞു. വെള്ളം ഏറ്റം വരുമ്പോഴേക്കും മീൻ കൂടുതൽ കൊത്താൻ തോന്നും. അതിലൊന്ന് കാണിക്കട്ടോ, പഫർ ഫിഷ് അതൊന്ന് കാണിച്ചേ. ഈ സാധനത്തിന് കണ്ടിട്ടുണ്ടോ? ഇതാണ് പഫർ ഫിഷ് എന്ന് പറയും. പൊക്ക്. ഓക്കെ. ഇത് ഈ പഫർ ഫിഷ് എന്ന് പറയും. നമ്മളിങ്ങനെ തൊട്ടാൽ ഇവൻ വീർത്ത് വരും. ഞാൻ കാണിച്ചു തരാം. ഇതിനങ്ങനെ ആരും എടുക്കാറില്ല, ഇത് വിഷമൊക്കെയാണെന്ന് എല്ലാവരും പറയണം. അപ്പം ഇതാണ് നമ്മുടെ പഫർ ഫിഷ്. അപ്പൊ ഇവൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര വിഷമുള്ളൊരു ഐറ്റമാണ് ഈ സാധനം. ഈ സാധനത്തിന് നമ്മുടെ ചൈനക്കാര്, ഇത് നമ്മൾ എടുക്കൂല, ഇത് വിഷമൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഈ ചൈനക്കാര് ഇവനെ എടുത്തിട്ട് സംഭവം ഇവനെ കറി വെക്കും. അപ്പൊ കറി വെക്കണമെങ്കിൽ നല്ല എന്താ പറയാ, നല്ല ഭയങ്കര ഇതായിട്ടുള്ള ഷെഫുമാർക്ക് ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ പല്ല് കണ്ട, ഈ പല്ലിനൊരു കടി കിട്ടിക്കഴിഞ്ഞാൽ പണി എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ മതി. പിന്നെ അതുമല്ല, ഇതിന് 30 പേരെ കൊല്ലാനായിട്ടുള്ള വിഷം ഇവനുണ്ടെന്ന് പറയണം. ഈ മീനിന് 30 പേരെ ഇവൻ കൊല്ലുമെന്ന് പറയണം. കാണിച്ചേ. ഓക്കെ, നമ്മളപ്പോൾ അവനെ വിടുന്ന കേട്ടോ. ഇവൻ വിഷമുള്ളതുകൊണ്ട് ഇവനായിട്ട് അധികം കളിപ്പിച്ചെന്നാൽ ശരിയാവില്ല. ഓ മോനെ
ഇതുണ്ടല്ലേ വെള്ളത്തിട്ടപ്പോൾ അവൻ വീർത്തോന്നു വേണ്ട പൊങ്ങി കിടക്കണ്ട. അവനിപ്പോൾ ചുരുങ്ങിയിട്ട് അവനങ്ങോട് നീന്തി അങ്ങോട്ട് പോകും. അതാണ് ഇവൻ്റെ പരിപാടി. കണ്ട നേരെ കണ്ട ഇങ്ങനെ അങ്ങനെ കളിച്ച് അവനങ്ങോട്ട് പോകും. വള്ളപ്പന്തി. അന്നട്ടാ മീനേതാ? ഇത് കലവയെന്ന് പറഞ്ഞ മീനാ. ഇത് അധികം വലുതാവൂല എന്നാണ് എന്റെ ആശാൻ എന്നോട് പറഞ്ഞേക്കണേ. പോയി നമുക്ക് അടുത്തതിനെ പോക്കാം. അപ്പൊ അത് അധികം വലുതാവൂല എന്ന് എന്റെ ആശാൻ പറഞ്ഞതാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്കത് കറി വെക്കാൻ വറക്കാനൊക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല. അതൊരു 1 കിലോനൊക്കെ വലുതാവുള്ളൂ. അവിടെ നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആശാനും പിടിച്ച് ശിഷ്യനും പിടിച്ചിട്ടുണ്ട്. അപ്പൊ ചെപ്പേരിയിൽ തന്നെ പിടിച്ചാണ് ചെപ്പേരി. അപ്പൊ നമ്മളിവനെ കവറിലേക്ക് മാറ്റേ. മറ്റേ തന്നെ വലുതല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ചൂണ്ടയിടലും നിർത്തണേണ്. മണി 5:30. നമുക്ക് കുറച്ച് മീനെ കിട്ടുള്ളൂ. കിട്ടിയതെല്ലാം ചെറിയ മീനാണ്. അപ്പൊ ഉള്ള മീനിനെ നമ്മൾ കട്ട് ചെയ്ത് ആ പെരട്ടി നമ്മൾ വറക്കാൻ വേണ്ടി പോണേ. അപ്പം മീൻ എന്തോരം കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആശാന് കിട്ടിയത് എന്താന്ന് വെച്ചാല് ഇത്ര കിട്ടിയുള്ളൂ. അധികം ഒന്നും കിട്ടിയില്ല. അത് കണ്ട കുറച്ച് സാധനം കിട്ടുള്ളൂ. അപ്പൊ ഉള്ളതില് വലുതുമൊക്കെ എടുക്കാം. എനിക്കും ആകെ 2-3 എണ്ണയൊക്കെ കിട്ടിയുള്ളൂ. എനിക്ക് കിട്ടിയത് ആകെ ഇതാണ്. ഇത് 2 എണ്ണം ദുരന്തമായി പോയി. അപ്പം നമ്മൾ ഇത്രയും മീനുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇന്ന് വെട്ടി തേച്ച് വറുക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് കഴിക്കാം. ഉള്ളത് വെച്ച് നമുക്ക് എപ്പോഴും വലിയ മീനിനെ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ചെറിയ മീനാണ് ഇപ്പൊ കിട്ടണം. അപ്പൊ അതുകൊണ്ട് അതിനെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി കുക്കിംഗ് ഡേ. നമ്മൾ വെട്ടി ക്ലീനാക്കി എടുക്കാം. മീനെല്ലാം ചത്തട്ടാ. നമ്മൾ ചത്ത മീനിനെയാണ് എടുക്കുന്നത്. മീൻ ചത്തിട്ടില്ല എന്നാരും പറയരുത്. മീനൊക്കെ ചത്ത് ഐസായി. അപ്പൊ നമ്മൾ മീൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ തന്നെയാണ് കഴുകണം. ഉപ്പ് വെള്ളത്തിൽ കഴുകുന്ന ഉപ്പ് വേണ്ടി വരില്ലല്ലോ. മീൻ നൈസായിട്ടൊന്ന് വരയുന്നുണ്ട്. നല്ല മസാലയൊക്കെ നല്ലോണം പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് വരയുന്നുണ്ട്. അപ്പോൾ ഈ ഇരുട്ടായി ലൈറ്റൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മുടെ പരിപാടികളെല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ മിനറൽ വാട്ടർ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊഴിച്ചിട്ട് ഒന്നും കൂടി മീനൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമ്മുടെ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ അവനങ്ങോട്ട് വറുത്ത്. അപ്പോൾ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് എടുക്കുന്നുണ്ട്. അധികം ഐറ്റംസ് ഒന്നുമില്ല. കുറച്ച് കുരുമുളക്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അതും പിഴിയുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ പിഴിഞ്ഞിട്ട് നമ്മൾ മീനിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് സാധനങ്ങളെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുക. ഒരു സാധാരണ ഫ്രൈ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതേ നടക്കുള്ളൂ. അതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മീനിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് പുരട്ടിയാണ്. ഒരു 5 മിനിറ്റ് പിന്നെ ഇരുന്നോട്ടെ. നമുക്ക് അപ്പോഴേക്കും ഗ്യാസൊക്കെ കത്തിച്ചെടുക്കാം. സമയമില്ല, ലൈറ്റ് ഒന്നും എടുക്കണമല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പെരട്ടി വെച്ച മീൻ. ആ മീൻ അങ്ങോട്ട് ഇടാൻ വേണ്ടി പോണേ. നല്ലോണം പാൻ ചൂടായിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ടില്ലെങ്കിലേ തീയുള്ള കൊണ്ട് പണി കഴിയും. അങ്ങനെ കയ്യിലായിട്ട് വെച്ചു. ഓക്കെ, വേണ്ട എങ്ങനെയുണ്ട്? മീൻ നൈസായിട്ട് മറച്ചിരുന്നേണ്ട.
കുഴപ്പമില്ല, നൈസായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഒക്കെ ഉണ്ടാ, മീൻ എടുക്കുന്നതാണ്. ഇവിടെ ചൂണ്ടയിടാൻ വന്ന ആൾക്കാരും എല്ലാവരും പിടിച്ചു നിർത്തിയിട്ടാണ് നമ്മളിത് ചെയ്യണം. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ ഫ്ലാഷൊക്കെ അടിച്ചു തന്ന് ഇതാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവനോട് ഇരിക്കട്ടെ, ബാക്കിയുള്ളതിനെ കൂടി അങ്ങനെ ഇടാം. അതാ വെള്ളത്തിൽ പോയി. അങ്ങനെ 1 2 3 4 പേരുണ്ട് ഇവിടെ. പിന്നെ ഒരു പുള്ളിയാണ് ബേസിയാണ്, പുള്ളി അപ്പുറത്തേക്ക് പോയി. പുള്ളിക്ക് വരും. എടുക്കാം. ഓക്കെ ഉണ്ടാ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. സംഭവം നമ്മുടെ ഫ്രൈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് തിന്ന് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. സവാള അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് തിന്നാം. കുറ്റം പറയരുതല്ല മച്ചാനെ, ഇതേപോലൊരു സവാള ജീവിതത്തിൽ അരിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് ഞാനിതെങ്ങനെ ഒറ്റക്ക് തിന്നണം. അപ്പോൾ എല്ലാവരും കൂടി തിന്നാം. എന്തായാലും ഞാൻ ആദ്യം ഒരു കഷ്ണം തിന്ന് കാണിച്ചു തരാം. അതന്നെ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ആഹാ, അടിപൊളി. ഈ നമ്മ ഈ വലിയ മീൻ മേടിച്ച് വറുത്തിനേക്കാളും ഏറ്റവും സൂപ്പർ ചെറിയ മീനാണ്. അപ്പം ഞങ്ങളിവിടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഇത് കഴിച്ചു തീർന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഇതിങ്ങനെ മീനൊക്കെ പിടിച്ച് വറുത്തൊക്കെ വരാം. ഓക്കെ, ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് മച്ചാനെ? പൊളിച്ച് ഉപ്പുണ്ടാ? ആശാനെ അടിപൊളി. വേറൊരു ലെവലായി പോയി. ആണാ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആണാ? ഇനി ജീവിതത്തിൽ കിട്ടാനില്ലാത്തൊരു എക്സ്പീരിയൻസ്. അഖില ഇവന്റെ മുഖത്തോട്ട് ലൈറ്റ് അടിച്ചു. അടിപൊളി ചെറിയ മീനാണ്ടാ, നല്ലോണം മൊരിച്ച് വറുത്തെടുത്തണം. തിന്നണതിൽ പരിപാടിന്നല്ലേ ഞാൻ ശ്രമിക്കാൻ പറ്റും. ഓക്കെ, വള്ളി മീൻ. അപ്പൊ ഇത് ആശാന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടാ, ബേച്ചേട്ടാ. ഓക്കെ, ഇത് ഇങ്ങാരൊന്നും നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് കാണാനുള്ള